എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും സന്തോഷമുള്ള അല്ലെങ്കിൽ ഭക്തി നിർഭരമായ ഒരു ദിവസമാണ്. മകരം 1-ാം തീയതിയാണ്. മകരപ്പൊങ്കലിൻ്റെയും മകരവിളക്കിൻ്റെയും ഒക്കെ പ്രഭയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതേപോലെ ഭക്തജനങ്ങൾ ശബരിമല ദർശനത്തിന് പോവുകയും അയ്യപ്പസ്വാമിയെ ദർശിക്കുകയും പുണ്യവീചിയിലൂടെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മഹത്തായ ദിവസമാണ്. തമിഴ്നാട്ടിൽ മാട്ടുപ്പൊങ്കൽ അല്ലെങ്കിൽ മകരപ്പൊങ്കൽ ഒക്കെ കൊണ്ടാടുന്ന ഒരു ദിവസമാണ് ഇന്ന് പൊതുവെ എല്ലാവർക്കും വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കും. ഇന്ന് എല്ലാവർക്കും ഒരു സന്തോഷകരമായ ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. മകരവിളക്കെല്ലാം തൊഴുത് മകരജ്യോതി കണ്ട്, മകരവിളക്കും മകരജ്യോതിയും രണ്ടാണ്. മകരവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാരപൂർവം മലയരയന്മാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഉത്സവത്തിൻ്റെ ആഴി ദർശനമാണ്. എന്നാൽ മകരജ്യോതി എന്ന് പറയുന്നത് ആകാശത്തുദിക്കുന്ന മകരനക്ഷത്രമാണ്. അപ്പോൾ ആ സംശയം എല്ലാവരും മാറ്റണം. അതിനെ ഒരു അന്ധവിശ്വാസമായിട്ടൊക്കെ പലരും കാണുന്നുണ്ട്. എന്നാൽ മകരജ്യോതി ആകാശത്ത് തെളിയുന്ന നക്ഷത്രമാണ്. മകരവിളക്ക് കത്തിക്കുന്ന ഒരു ആഴിയാണ്. ആഴിയുടെ ദർശനമൊക്കെ കണ്ട് ഭക്തജനങ്ങൾ മടങ്ങുന്ന ഈ ദിവസം നമുക്ക് മേടക്കൂറുകാരുടെ ഫലം ഇന്നത്തേത് എങ്ങനെയെന്ന് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഗുണാധിക്യമുള്ള ദിവസമായിരിക്കും. പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. എന്നാൽ ചില ശത്രുക്കളുടെ അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷികളല്ലാത്തവരുടെ ഒളിഞ്ഞും തെളിഞ്ഞും നിന്നുള്ള ചില പരോക്ഷമായ ഇടപെടൽ മൂലം ചില മാനസിക ക്ലേശങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വളരെയധികം നല്ല ഒരു ദിവസമായിരിക്കും ഇത്. അവരുടെ അഡ്മിഷന് വേണ്ടി, വിദേശ യാത്രയ്ക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സബലീകരിക്കുന്ന ദിവസമാണ്. അതുപോലെ പഠനത്തിന് ഇറങ്ങുന്നവർക്കും വളരെ നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. സമാധാനപരമായ എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി ചില ചിലവുകൾ ഉണ്ടാകുമെങ്കിലും വൈകുന്നേരത്തോടുകൂടി സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം നല്ലതാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. പല കാര്യങ്ങളും സാധിക്കുവാനായിട്ട് സാധിക്കുന്ന ദിവസമാണ്. എന്നാൽ വീട്ടമ്മമാർക്ക് ചില അപകട സാധ്യത കാണുന്നു. വീഴ്ച, ഒടിവച്ചത്, മുറിവൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ സ്റ്റൗ ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. കുടുംബത്തിൽ ചില കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കി കളയുന്നത് വളരെ നന്നായിരിക്കും. പാലത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റെപ്പിൽ നിന്നോ ഒക്കെ വീണ് പരിക്കേൽക്കുവാനായിട്ട് കായികമായ ജോലി ചെയ്യുന്നവർക്ക് സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജോലി ചെയ്യുക. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് വളരെ ആശ്വാസപ്രദമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. സുഖകരമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു സന്ദേശം ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. വിവാഹാദി കാര്യങ്ങൾക്കും തീർച്ചകൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും അത് സബലീകരിക്കുവാനുള്ള വഴി തെളിഞ്ഞു വരുന്നതാണ്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ നല്ല അനുഭവങ്ങളുണ്ടാകും. പുതിയ സമ്മാനങ്ങൾ ലഭിക്കുവാനും സന്തോഷകരമായ ഉല്ലാസയാത്രയ്ക്ക് പോകുവാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. മാതാപിതാക്കൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. സന്താനങ്ങൾക്ക് വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ പഠനത്തിന് ഉദ്ദേശിക്കുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ദൂരയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്ക് അല്ലെങ്കിൽ ദൂര സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ തുടങ്ങിയതൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇന്ന് വളരെയധികം അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. അനുകൂലമായ രീതിയിലുള്ള ട്രാൻസ്ഫർ ലഭിക്കുമെന്ന് അറിഞ്ഞ് ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. പരീക്ഷാ വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും.
എന്നാൽ ധനനഷ്ടം ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ഗൃഹോപകരണങ്ങൾ ചിലത് കേടുവരികയും അത്യാവശ്യമായി റിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അതേപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെടുന്നവർക്കും മലഞ്ചരക്ക് വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. സ്വന്തമായി ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ ഗൃഹം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. തീരുമാനങ്ങൾ എടുക്കുവാൻ ഏറ്റവും നല്ല ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാലപൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളുടെ സാന്നിധ്യവും സഹായവും മൂലം വളരെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ പറ്റുന്ന പല അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് വന്നേക്കാം. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കൊക്കെ ചില തടസ്സങ്ങൾ നേരിടാം. അതായി ഏതെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വഴി തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം. നല്ല ഭക്ഷണം മൂലം അല്ലെങ്കിൽ നല്ല ഭക്ഷണ രീതി മൂലം അതെല്ലാം പരിഹരിക്കാനായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശവും ലഭിക്കാം. അതുപോലെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല അനുകൂലമായ ദിവസമാണ്. അതേപോലെ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവൻ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ പല അനുഭവങ്ങളും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന രീതിയിലുള്ള മീറ്റിങ്ങുകൾ, സംഘടനകൾ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം രാഷ്ട്രീയക്കാർക്ക് കാണുന്നത്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണപ്രദമായിരിക്കുകയില്ല. ചില നഷ്ടങ്ങളും അപവാദങ്ങളും ഒക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും സാങ്കേതിക വിദ്യകളുടെ തകരാറ് മൂലം ചില വിമർശനങ്ങൾക്കോ ആരോപണങ്ങൾക്കോ ഒക്കെ വിധേയരാകേണ്ടി വന്നേക്കാം. വാഹനം ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. മുൻകരുതലുകളെല്ലാം ക്രമമായി ഏറ്റെടുക്കേണ്ടതാണ്. ഹെൽമറ്റ് ധരിക്കുക അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുക ഒക്കെ അനിവാര്യമാണെന്ന് മനസ്സിലാക്കുക. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ചിങ്ങക്കൂറുകാർക്ക് പുതിയ മേഖലകൾ തുറന്നു കിട്ടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഈശ്വര ദർശനത്തിനും അതുപോലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ അനുകൂലമായ ഒരു സാധ്യതകൾ തിരഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. യാത്രയ്ക്ക് ശേഷം വളരെയധികം അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കുവാനും അതേപോലെ പുതിയ തൊഴിൽ ലഭിക്കുവാനും തൊഴിലിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാനും ഒക്കെ അവസരം വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതുപോലെ ബിസിനസ് നടത്തുന്നവർക്ക്, സ്വന്തമായി തൊഴിൽ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. വൈകുന്നേരത്തോടു കൂടി കച്ചവടത്തിനൊക്കെ വളരെയധികം ഊർജ്ജസ്വലത ഉണ്ടാകുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഹോൾസെയിൽ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം ഇന്നത്തെ ദിവസം വളരെയധികം ലാഭമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ യാത്ര സംഘടിപ്പിക്കുന്നവർക്ക്, ട്രാവൽ ഏജൻറ്റുകൾക്ക് അല്ലെങ്കിൽ ബസ്സുകൾ, കാറുകൾ ഒക്കെ കടമായി കൊടുക്കുന്ന ടൂറിസ്റ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഉറ്റ ബന്ധുക്കളിൽ ചിലർക്ക് ചില ആപത്തുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വൈദ്യ സഹായം തേടേണ്ടതായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അധ്യാപകർക്കും അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആരോഗ്യപരമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. എന്തെന്നറിയാത്ത ചില മനപ്രയാസങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു. ചീത്ത വാർത്തകൾ ചെവിയിൽ വന്ന് പതിക്കുകയും മനക്ലേശം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പോകേണ്ടത് അത്യാവശ്യമാണ്. ചില അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് യാത്ര വളരെ നിയന്ത്രണത്തോടുകൂടി അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം പോവുക. ദൂരയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്കും അതേപോലെ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. പുറത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് സ്വന്തമായി തൊഴിൽ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പരദേശത്ത് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. പ്രൊമോഷനുകളോ
അല്ലെങ്കിൽ പുതിയ ഓപ്പണിങ്സൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാഭ്യാസം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുകയും അല്ലെങ്കിൽ റിസൾട്ട് വളരെ അനുകൂലമായിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. മലഞ്ചരക്ക് വ്യാപാരികൾക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ ചില സന്ദർഭങ്ങൾ നേരിടേണ്ടതായി വരുന്നു. സാമ്പത്തികമായി ഇടപാടുകൾ നടത്തുന്നവർക്ക്, സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ ക്ലേശകരമായ ചില നിയമ നടപടികൾ നേരിടേണ്ടതായി കാണുന്നു. എല്ലാവരും സത്യസന്ധമായി മുമ്പോട്ട് പോയാൽ പിന്നീടുണ്ടാകുന്ന മനപ്രയാസങ്ങളൊക്കെ ഒഴിവാക്കാൻ അത് ഉതകുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും വളരെ ഉത്കണ്ഠയും ആകാംക്ഷയും വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും. പല കാര്യങ്ങൾക്കും തീരുമാനമില്ലാതെ കിടക്കാനുള്ള ഒരു സാഹചര്യം ഉള്ള ദിവസമായിരിക്കും. നിരാശപ്പെടേണ്ടതില്ല. അടുത്ത ദിവസങ്ങളിൽ അത് പരിഹരിക്കപ്പെടുന്നതാണ്. പുതിയ ഗ്രഹം നിർമ്മിക്കുവാനോ വാങ്ങുവാനോ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ദൈവിക കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവിക വൃത്തികൾ അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അംഗീകാരം ലഭിക്കുന്നതും മനസ്സമാധാനം ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. അല്ലാതെ പിൽഗ്രിമേജിന് പോകുന്നവർക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും. തീർത്ഥാടകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ചില തിക്കിലും തിരക്കിലും പെട്ട് ചില അപകടങ്ങൾക്ക് സാധ്യത ഉള്ളതുകൊണ്ടും ഉദര സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടും ചില വിഷമതകൾ നേരിടാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പങ്കാളികളുടെ ആരോഗ്യത്തിനും ചില വൈഷമ്യങ്ങൾ വന്ന് ഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിരം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ ഒരു ദിവസമായിരിക്കുമെങ്കിലും ദേഹാസ്വാസ്ഥ്യവും ക്ഷീണവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായി ചേർന്ന് ചില വലിയ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ചില മീറ്റിങ്ങുകൾ പരാജയപ്പെടാനും സാധ്യത കാണുന്നു. ഔദ്യോഗികമായ രംഗത്ത് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി കാണുന്നു. ചില കടുംപിടുത്തം മൂലം ചില ബുദ്ധിമുട്ടുകൾ ഭാവിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആത്മനിയന്ത്രണം അത്യാവശ്യമാണ്. പങ്കാളിയുമായി കലഹിക്കുവാനും സാധ്യത കാണുന്നു. അതും വളരെയധികം ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. പങ്കാളിയുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാനും സാധ്യത കാണുന്നു. സന്താനങ്ങളുടെ ഉന്നമനം കണ്ട് സന്തോഷിക്കുവാൻ സാധ്യത കാണുന്നു. സന്താനങ്ങൾക്ക് ഉപരിപഠനത്തിലുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുന്നത് കൊണ്ട് അവരോടൊത്ത് സന്തോഷം പങ്കിടാനൊക്കെ പറ്റിയ ഒരു ദിവസമായിരിക്കുന്നു. മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനായി സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക്, കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. എന്നാൽ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്ക്, ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്ക് ഒക്കെ ഇന്ന് അത് അധികരിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. ഉദരരോഗവും വർദ്ധിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. അതേപോലെ അലച്ചിൽ കൂടിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതിൽ തീരാതെ വരുന്ന കാര്യങ്ങൾ ഓർത്ത് വളരെയധികം മനപ്രയാസം അനുഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. തീരാതിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മനപ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും തീർക്കാനായിട്ട് ഉത്സാഹിച്ച് പരിശ്രമിച്ചാൽ മതി. നേരത്തെ തന്നെ മനസ്സ് കെട്ടുപോയാൽ നമുക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുക, മുൻപോട്ട് പോവുക. സന്താനങ്ങൾക്ക് വളരെയധികം നല്ല അനുഭവങ്ങൾ വരുന്നത് കണ്ട് മനസ്സമാധാനം ഉണ്ടാകുന്ന ദിവസമാണ്. സ്വന്തമായി ബാങ്കുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകൾ, ധനപരമായ ഇടപാടുകളൊക്കെ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വേദവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കും. അതുപോലെ തിക്കിലും തിരക്കിലും പെട്ട് ചില മുറിവുകൾ, ചതവുകളൊക്കെ വരാനും സാരമായ പരിക്കുകളാക്കാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകാതെ ഇരിക്കുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പാരമ്പര്യമായി ലഭിച്ചുകൊണ്ടിരുന്ന ചില കുലത്തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അംഗീകാരങ്ങൾ ലഭിക്കുവാനും വളരെ ശ്രദ്ധേയമാകുന്ന രീതിയിൽ തങ്ങളുടെ കലാപരമായ കഴിവുകളെ
ഉണർത്തിക്കൊണ്ടുവരുവാനുമൊക്കെയുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ചില അഹങ്കാരത്തോടു കൂടിയുള്ള സംസാരം അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടു കൂടിയുള്ള സംസാരം നിങ്ങളുടെ പല നല്ല കാര്യങ്ങളും മുടക്കുന്നതായിട്ടും കാണുന്നു. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് സമയം അത്ര അനുകൂലമായിരിക്കുകയില്ല. ചില പ്രതിബന്ധങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് കഴിവതും എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധികാര പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ അധികാരം കയ്യിലെടുത്ത് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നിയമം കൈകാര്യം ചെയ്യുന്നവർക്ക് ഒക്കെ നിയമപാലകർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായി കാണുന്നു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. പല ബുദ്ധിമുട്ടുകൾക്കും വൈഷമ്യങ്ങൾക്കും ഏതെങ്കിലും രീതിയിലുള്ള സഹായം ലഭിക്കുന്ന ദിവസമാണ്. വാക്കുകൊണ്ടോ സാമ്പത്തികമായിട്ടോ ഒക്കെ സഹായിക്കാൻ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. നിരന്തരമായി മനക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ദൂരയാത്ര അല്ലെങ്കിൽ ഒരു ദീർഘയാത്ര കൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്താവുന്നതാണ്, അല്ല ശുദ്ധമാക്കാവുന്നതാണ്. മനപ്രയാസം അനുഭവിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ചില ദുർബല നിമിഷങ്ങൾ മൂലം നമുക്ക് അവിവേകം ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് അത്തരത്തിലൊന്നും ചിന്തിക്കാതെ മനസ്സിനെ ശാന്തമാക്കി ഒരു നല്ല നാളെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവരും ആത്മസംയമനം പാലിക്കുക. ഈശ്വര പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. 7.5 ശനിയുടെ പോക്ക് കാലമായതുകൊണ്ട് തീർച്ചയായും ചില വൈഷമ്യങ്ങൾ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട്. കാലിനോ കയ്യിനോ ഒക്കെ ഒടിവ് ചതവൊക്കെ വരാനായിട്ട് സാധ്യത കാണുന്നു. ശാസ്താക്ഷേത്രത്തിൽ പോവുകയും 7 പ്രദക്ഷിണം വയ്ക്കുകയും ശാസ്താവിനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. അതേപോലെ അവരവരുടെ വിശ്വാസമനുസരിച്ച് മതപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈശ്വര അധീനം കണ്ടെത്താനായി പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായിരിക്കും. അവരവരുടെ കഴിവിന് അംഗീകാരം കിട്ടുന്ന ദിവസമായിരിക്കും. സ്വന്തം കഴിവിൽ അഭിമാനം കൊള്ളുന്ന ഒരു ദിവസവുമായിരിക്കും. പങ്കാളിയുമായി ചേർന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഉല്ലാസയാത്രയ്ക്ക് പോകുവാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ആരോഗ്യപരമായ ചില കാര്യങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആരോഗ്യപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ താൽക്കാലികം മാത്രമാണ്. വൈകുന്നേരത്തോടു കൂടി എല്ലാം ശരിയാകുന്നതാണ്. അതേപോലെ പങ്കാളിയുടെ ക്ഷീണം, ആരോഗ്യ ഒക്കെ ഓർത്ത് മനക്ലേശമുണ്ടാകാൻ ചെറിയ സാധ്യത കാണുന്നു. എന്നാൽ ഗൃഹോപകരണങ്ങളിൽ ചിലത് കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലം മനക്ലേശമുണ്ടാകുവാനും സാമ്പത്തികമായ ചിലവുണ്ടാകുവാനുമൊക്കെ സാധ്യത കാണുന്ന ഒരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്കൊക്കെ അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ പ്രായാധിക്യം മൂലമോ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചവർക്കുമൊക്കെ ചില ബുദ്ധിമുട്ടുകൾ വൈഷമ്യങ്ങളൊക്കെ വന്ന് ഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.